ആ പലകുട്ടിക്കൊന്നും സ്കൂളൊന്നുമില്ല. പലകുട്ടി ചായ ഇടുന്നില്ല, ഇപ്പൊ കുഴങ്ങി നിൽക്കുന്നു. രാവിലെ മരുന്നും കഴിച്ചിട്ടില്ല. കുഴക്കൊന്നുമില്ല മാളെ, കുറെ കാലമായി പണിയെടുത്തിട്ട്. ഇന്ന് പണിക്ക് വന്നപ്പോ വലിയ ക്ഷീണം. ഡോക്ടർ തന്നെ രാവിലെ കുടിക്കാൻ പറഞ്ഞ മരുന്ന് കൊടുത്തിട്ടില്ലപ്പാ. പനകുട്ടി ചായ അടിച്ചോ? പനകുട്ടി കുറച്ച് കുടിച്ചാണ്. ഇന്ന് കളിക്കാനൊന്നും പോയില്ല. എന്നാലും പനകുട്ടി വന്നത് നന്നായി. ഇപ്പൊ കുഴങ്ങി നിൽക്കുന്നു. വലിയ സന്തോഷമായി. പനകുട്ടി വലുതായിട്ട് വേണമെങ്കിൽ ഇപ്പാക്കൊന്ന് സമാധാനമായിട്ടിരിക്കാൻ. പനകുട്ടിക്ക് പഠിച്ചിട്ട് ആരാവാനാ ആഗ്രഹം? ഡോക്ടറാണോ? അടുത്ത റബ്ബേ എന്റെ കുട്ടി ഡോക്ടറാണ് മതിയോ? ഒന്നും പറയണ്ട. കാരണം എന്താ വെച്ചാല് എല്ലാ ഉപ്പമാരും ഇങ്ങനെ തന്നെ. മക്കള് വലുതായി, ഓന് വലിയ നിലയിലെത്തി, വില ഒന്ന് അയച്ചു കൊടുത്താൽ മാത്രമേ ഇപ്പമാർക്ക് റെസ്റ്റ് ഉള്ളൂ. അതുവരെ ഉപ്പാരും ഇങ്ങനെ പണിയെടുക്കണം. എന്റെ കുട്ടി അതൊന്നും ആലോചിച്ചണ്ട. നന്നായി പഠിച്ചണം കേട്ടോ. എന്റെ കുട്ടി പോയിക്കോളെ, ശ്രദ്ധിച്ചു പോണം കേട്ടോ. എന്ത് തണലായിരുന്നെന്റെ ഉപ്പ, ത്യാഗമേറെ സഹിച്ചെന്റെ ഉപ്പ. എന്റെ ഉപ്പാന്റെ തണലായി മാറാ ഇന്ന് ഞാനും കൊതിച്ചെന്റെ നാഥ.